പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഒന്നും രണ്ടുമല്ല, 9 ഏക്കറും ഈ ബംഗ്ലാവുമാണ്. 1 കോടിയാ ഒരാൾക്ക്. ഈ സെന്റിമെന്റ്സും പറഞ്ഞ് അത് കളഞ്ഞാൽ ഞാൻ എൻ്റെ വഴിക്ക് പോവും. ഞാനായിട്ട് കിട്ടേണ്ടൊക്കെ കിട്ടിയില്ലേ? ഇനിയും തീർന്നില്ല ഈ പണത്തിന് ആർത്തി. കല്യാണത്തിന് മുൻപ് എന്റെ പിന്നാലെ നടന്നിരുന്ന കാലത്ത് എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? എനിക്ക് നിന്റെ സ്വത്ത് വേണ്ട, പണം വേണ്ട, നിന്റെ കണ്ണുകൾ മാത്രം മതിയെന്ന്. എടി, അത് പ്രേമിച്ചിരുന്ന കാലത്തല്ലേ. അന്ന് നിന്റെ കണ്ണുകൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ഇതിലും നല്ല കണ്ണുകൾ വേറെ ഉണ്ടല്ലോ. പിന്നെ ധാരാളം. ഈ ലോകത്ത് എത്ര വെറൈറ്റി കണ്ണുകളാ. പക്ഷേ എനിക്കിപ്പോ കണ്ണുകളോടല്ല പ്രേമം, പണം. അതെത്ര കിട്ടിയാലും ഇഷ്ട. ഇനി മതി, കടച്ചിൽ കുറഞ്ഞു. ഉറക്കം വരുന്നെങ്കിൽ മോൻ പോയി കിടന്നോ? വേണ്ട, അമ്മ ഉറങ്ങിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. നിന്റെ മുഖം എന്താ വാടിയിരിക്കണേ? ഒന്നുമില്ല. അതല്ല, അമ്മയ്ക്ക് കണ്ടാൽ അറിയില്ലേ? പറ, എന്താ? വേറൊന്നുമില്ല, എന്റെ ജോലി പോയിട്ടുണ്ടാവും ഇപ്പോ. അതിനെന്തിനാ വിഷമിക്കണേ? അത്ര നല്ല ജോലിയാ? ജോലി സ്വീപ്പറാ. എന്നാലും 5-8 കൊല്ലം എന്നെ പോറ്റിയതല്ലേ. അത് പോകുമ്പോ എന്തോ ഒരു സങ്കടം. ഇവിടെ ഈ കൃഷിയും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തിയ എല്ലാരെക്കാളും നന്നായിട്ട് നിനക്കും നിന്റെ മക്കൾക്കും ജീവിക്കാം. പിന്നെന്താ? അതെ. അളിയനെന്താ ഉറങ്ങില്ലേ? ഞാനും ഹരിയും കൂടെ ഒരു സ്മോളൊക്കെ കഴിച്ചങ്ങനെ ഇരുന്നു. നിന്റെ കുടുംബം നീ കലക്കുവരടാ. വിടന്നെ, ഞാൻ കാല് പിടിക്കാം. കൊന്നുകളെ ഞാൻ. അടക്കടി കഥ. തെമ്മാടിത്തരം കാണിക്കുന്നുള്ളൂ. വിടില്ല തന്നെ ഞാൻ. ഹരി ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാണോ താൻ ഇവിടെ വന്നത്? പറടാ, പറയാൻ. ഞാനോ? സ്വന്തം അനിയന്റെ ഭാര്യയല്ലോ, പെങ്ങളെ പോലെ കാണണ്ട അവളെ. എന്താ സുരേഷ് നാരിത്തരം കാണിക്കുമ്പോ ഓർക്കണം. എന്താ പ്രശ്നം? ശരിയാവില്ല ഗംഗേട്ടാ. എന്താ എന്താ ഏട്ടാ? എന്താ സുരേഷേട്ടാ? നീ പോയേ, നാറ്റ കേസാ. എന്റെ നീനെ കിടന്നുറങ്ങുമ്പോ വാതിലടച്ചൂടെ? രാജേട്ടൻ പറഞ്ഞപ്പോ ചെറുപ്പകാലത്തെ ചില കുസൃതിയാണെന്ന് ഞാൻ കരുതിയുള്ളൂ. ഭാര്യയും 2 പിള്ളേരും അതിലോടോ തനിക്ക്. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? എന്താ കേട്ടോ ഇതൊക്കെ? പറഞ്ഞാലേ അറിയാൻ പറ്റൂ. പറയൊന്നും വേണ്ട, മനസ്സിലായി. വിളിച്ചോണ്ട് പോ ഭർത്താവിനെ. രാത്രിയായ മുറിക്ക് പുറത്ത് വിടണ്ട. ഇവിടെ വേറെ പെണ്ണുങ്ങളുള്ളതാ. എന്താ എന്താ പറഞ്ഞത്? ഇതാ ഇവള് ഒട്ടും ശരിയല്ല. എനിക്കിപ്പോഴും ഒന്നും മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിൽ വേണ്ട. വല്ലതും സംഭവിച്ചോ നീനെ? അതിനു മുമ്പ് ഞാൻ കണ്ടു. വാതിൽ തുറന്ന് അകത്ത് കയറി, എന്നിട്ട് കാഴ്ച കണ്ട് നിൽക്കുക. എന്താ ഇവിടെ ഒരു ബഹളം കേട്ടെ? ബഹളം ഒന്നുമില്ല, അമ്മ കിടന്നോളൂ. എന്തിനാ അമ്മ വിളിക്കണേ? അമ്മ അറിയട്ടെ പുന്നാരം മോന്റെ സ്വഭാവം. മനസ്സിലാവുന്നത് പോലെ പറഞ്ഞാ മനസ്സിലാവും. ഹരി കോയമ്പത്തൂർക്ക് പോയിരിക്കാം. ആ തക്കത്തിന് ദിവ്യേട്ടൻ നീനയുടെ മുറി കയറി കണ്ണടിച്ച് പൊട്ടിച്ചു കളഞ്ഞാൻ. അനാവശ്യം പറഞ്ഞ. ഓ, അനാവശ്യം കാണിക്കാം. സുരേഷ് കണ്ണുകൊണ്ട് കണ്ടതാ. ആര്? ഞാൻ ഗംഗേട്ടനോട് അത്യാവശ്യം ഒരു കാര്യം പറയാൻ വരുമ്പോഴാ രവിയളി എന്താ ഇവിടെ നിന്നിങ്ങനെ പരുങ്ങുന്നു. എന്താ കാര്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുറച്ചു നേരം അവിടെ മാറി നിന്നു. അപ്പതാ വാതിലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കുക. പിന്നെ വാതിൽ തുറന്ന് അകത്ത് കയറി. എന്തെങ്കിലും മോഷ്ടിക്കാനാവുന്ന ഞാൻ കരുതിയത്. നോക്കിയപ്പോ കട്ടിലിന്റെ അടുത്ത് വന്ന് നിന്ന് നീനെ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് രസിക്കണം. ശരിയാണോടി? ഞാൻ കണ്ടില്ല. വഴക്കുടനെ ശബ്ദം കേട്ടപ്പോഴാ ഞാൻ ഉണർന്നത്. അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ല. പഴയ സ്വഭാവം മാറോ? പാവം ആ പ്രേമി. പഴയ കഥയൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊന്നും വിളമ്പണ്ട. എല്ലാരും പോ. വാതിലടിച്ച് കുറ്റിയിട്ട് കിടക്കടി. കുറ്റിട്ടോ? ഓ, സ്വന്തം മുറിയിൽ കുറ്റിയിടാത്താണ് ഇപ്പൊ കുഴപ്പം. അമ്മയ്ക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഇപ്പൊ രവിയേട്ടൻ മതി. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടത് വെറുതെ. ഞങ്ങൾ അന്യന്മാര് പുറത്ത്. എനിക്കിത് കിട്ടണം. ഇനി എന്തിനാ കുറ്റി അടിച്ച പോലെ നിൽക്കണം?
പുറത്താരും അറിയണ്ട. സീത, കരയരുത്. നീ കരഞ്ഞാൽ എൻ്റെ ബലം മുഴുവൻ പോവില്ലേ? ഇതൊന്നും സാരില്ല. എനിക്കെന്നും ചീത്ത പേരല്ലുണ്ടായിട്ട്. നിനക്കെന്നെ അറിയാം, സത്യേശ്വരൻ, അത് മതി. ഞാനൊന്നും മിണ്ടിയ 2 ബന്ധങ്ങളെ തകരുക. ഇങ്ങനെയാണോ ബന്ധങ്ങൾ? ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു, ഭർത്താവ് ഭാര്യ വഞ്ചിക്കുന്നു, എന്നിട്ട് ബന്ധങ്ങൾ. ചൂട്ട്. കലികാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. സത്യ ആരുടെയും കണ്ണിപ്പെടില്ല. ഏട്ടന് ഒരബദ്ധം പറ്റിയതാ. അരിയുണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ആ മുറി കയറി ചെന്നത്. സുരേഷ് അത് തെറ്റിദ്ധരിച്ചു. ഏട്ടൻ എന്തിനാ ഈ വിഴുപ്പ് ചുമക്കണേ? എനിക്കറിയാം എൻ്റെ ഭർത്താവിനെ. ഇത് തുടങ്ങിയിട്ട് കൊല്ലം ഒന്നായി. ഒന്നും ചോദിക്കാൻ വയ്യ, പറയാൻ വയ്യ. ഒരു മോനുണ്ടേ പോയില്ല എനിക്ക്. അവൻ അച്ഛൻ വേണം. ഞാൻ കരുതിയത് അവന് നിന്നോട് വലിയ ഇഷ്ടമാണെന്നാ. ഇഷ്ടം? അത് വെറും ഒരു അഭിനയം. ഈ സ്വത്തിനോട് മോഹമില്ലായിരുന്നെങ്കിൽ എന്നെ എന്നെ വിട്ടുപോയിന അയാള്. ഞാൻ അച്ഛനോട് വാശി പിടിച്ച് നടത്തിയ കല്യാണം ഞാൻ അനുഭവിക്കണം. എന്തൊക്കെയാണോ ഞാൻ ഈ കേൾക്കുന്നത്, അറിയുന്നത്? ഇതിനാണോ ഞാൻ ചാവാണ്ടിരുന്നത്? അമ്മ സങ്കടപ്പെടാണ്ടിരിക്കും. ഇതൊന്നും സാരല്ല. മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും എന്റെ കുടുംബത്തെ എന്തൊക്കെയാ നടക്കുന്നത്? അമ്മേ, എല്ലാം ശരിയാവും. അമ്മ ചെല്ല്, ചെന്ന് കിടക്ക. ഈ നരകത്തിൽ നിന്ന് നിന്റെ ഭാര്യയും മക്കളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഇല്ലമ്മേ, ഇതെന്റെ വീടാണ്. ഇതൊരു നരകമാകാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട്. അതിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ നീനമോളെ. ഇനി നിന്റെ മുറിയുടെ പരിസരത്ത് വരാൻ പറ്റില്ലെന്ന് എടുത്തി പറയാം. നീനമോള് പോണു. ആരും ഒന്നും പറയണ്ട. ഞാൻ ഇനി ഇവിടെ താമസിക്കില്ല. ഹരി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും? ഞാൻ എന്റെ വീട്ടിലേക്കാ പോണത്. ഹരി അവിടെ വരും. എന്തിനാ നീനമോളെ ടാക്സി? ഇവിടെ കാറുണ്ടല്ലോ. വണ്ടി എടുക്കടാ. വേണ്ട. അല്ല ബെൻസിൽ സുഖായിട്ട് പോയച്ചേ. നീനമോളെ അസത്ത്. ഇനി അവളുടെ ഡമ്പ് കാണണ്ടല്ലോ. വഴക്കിട്ട് പോവാ. എന്താ നിന്നെ ബോധിപ്പിക്കണം? എനിക്ക് തോന്നണത് ഇത് രവിയേട്ടന്റെ സൂത്ര. ഓരോരുത്തരായിട്ട് ഇവിടുന്ന് ഓടിക്കാലോ. അല്ലെങ്കിൽ വെറുതെ ഒരു പെണ്ണിന്റെ മുറി കയറി ഇങ്ങനെ ഒരാൾ നോക്കി നിൽക്കോ. ഒന്ന് തൊടുവെങ്കിലും ചെയ്യില്ലേ? അതൊരു പോയിന്റ് ആണല്ലോ. ഉടനെ രാജേട്ടന് വിവരം അറിയിക്കണം. വണ്ടി ഇറക്കണോ? നീ പോടാ അവിടുന്ന്. ദേ ഇവന്റെ മുമ്പിൽ വെച്ചൊന്നും പറയണ്ടേട്ടോ. ഇവൻ അമ്മയുടെ സീഡിയാ. ഇങ്ങനെ വന്നേ. രവി, ഇത് കുടുംബം കൊളാവണ പ്രശ്ന. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പക്ഷേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിനൊരു നല്ല മരുന്നുണ്ട്, ചുട്ടടി. ഈ പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാൽ മാത്രം പോരാ, ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് തോന്നിപ്പിക്കണം. അല്ലെങ്കിൽ പോക്കാ. അവൻ വന്നതിന് ശേഷം ഞാൻ സൂചനകൾ വരാത്ത. അങ്ങോട്ട് പോയില്ലെങ്കിൽ എന്താ? ആളുകൾ ഇങ്ങോട്ട് അന്വേഷിച്ചു വരുന്നുണ്ട്. നീ വരാത്തോണ്ടാ ഇവൾക്ക് പരിഭവം. രവിമാമയല്ല, ദാ കിഴക്കേ വഴി കൂടെ വരുന്നുണ്ട് ഒരാള്. ആരാ? ഗീതമ്മയുടെ ഹീറോ. സുരേഷോ? എന്തിനാണാവോ? ഒരു കാര്യം ചെയ്യേ, നീ അങ്ങോട്ട് മാറി നിന്നു. അവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാലോ.